ഒരു ജനതയുടെ ആശ്രയവും ആശ്വാസവും പ്രത്യാശയുമായി തുമ്പരശ്ശേരി സെൻറ് മേരീസ് ദേവാലയം. അശരണർക്ക് അഭയമായി, ദുഃഖിതർക്ക് ആശ്വാസമായി സ്നേഹത്തിൻ്റെ സുവിശേഷം തലമുറകൾക്ക് പകർന്ന് പ്രഭമങ്ങാതെ ഇവിടെ നിലകൊള്ളുന്നു. അത്ഭുതകരമായ പ്രാർത്ഥനയിലൂടെ പതിനായിരങ്ങളെ യേശുവിനായി നേടിയെടുത്ത പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലാണ് ഈ ദേവാലയം. ഇന്ത്യയിലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏക ദേവാലയമാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട രൂപതയിലെ കൂടൂർ അടുത്തുള്ള തുമ്പരശ്ശേരി സെൻറ് മേരീസ് ദേവാലയം. ജർമ്മനി, അർജന്റീന, ബ്രസീൽ എന്നീ രാജ്യങ്ങളുടെ മാത്രം പ്രത്യേകതയായി കണ്ടുവരുന്ന കേരളത്തിൻ്റെ വിവിധങ്ങളായ ധ്യാന സെന്ററുകളിലും കാലങ്ങളായി കുടുംബങ്ങളിലും ചൊല്ലുന്ന കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേനയുടെ ഒരു പൂർണ്ണതയായിട്ടാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ രൂപം തുമ്പരശ്ശേരി സെൻറ് മേരീസ് ദേവാലയത്തിൽ ഒക്ടോബർ 15 പ്രതിഷ്ഠിച്ചത്. ഫ്രാൻസിസ് പാപ്പായുടെ സാന്നിധ്യവും ആശീർവാദവും നിറഞ്ഞു നിൽക്കുന്ന ഇറ്റലിയിൽ നിന്നാണ് ഈ രൂപം കൊണ്ടുവന്നിട്ടുള്ളത്. ഒക്ടോബർ 15 ശനിയാഴ്ച വൈകിട്ട് 5:30 ഇരിങ്ങാലക്കുട രൂപതയുടെ ചാൻസലർ റവറൻ ഡോക്ടർ ക്ലെമന്റ് ചെറിയത്ത് ദിവ്യബലിക്ക് ശേഷം ഈ രൂപം ദൈവജനത്തിനു വേണ്ടി പ്രതിഷ്ഠിച്ചു. അന്നു മുതൽ ഇന്ന് വരെ നിരവധിയായ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയ ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നു എന്നുള്ളത് വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളുമായി ഈ ദേവാലയത്തിൻ്റെ പടികളിലൂടെ കടന്നു വരുന്ന ആളുകളുടെ എണ്ണവും ഈ ഇടവകയുടെ പ്രത്യേകതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് അനവധിയും നിരവധിയുമായ ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത്. ഓരോ ആഴ്ചയിലും 1000-1500 അപേക്ഷകളോളം ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന കൂട്ടത്തിലുണ്ട് എന്നുള്ളത് കുരുക്കഴിക്കുന്ന മാതാവിനുള്ള ഭക്തിയും പ്രാധാന്യവും എത്രമാത്രം വലുതാണെന്ന് സൂചിപ്പിക്കുന്നു. അനുഗ്രഹങ്ങൾ കിട്ടിയവരുടെ നിരവധിയായ കൃതജ്ഞതയും നിരവധിയായ ആവശ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ എത്തുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് തുമ്പരശ്ശേരി സെൻറ് മേരീസ് ദേവാലയത്തിലെ ഒരു പ്രത്യേകത. ഇരിങ്ങാലക്കുട രൂപതയിലെ 194 വീടുകൾ മാത്രമുള്ള ഈ ദേവാലയം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥം നേടിയിട്ടുള്ള ഇടവകയാണ്. കാലങ്ങളായി ഇവിടെ ശനിയാഴ്ച നൊവേന ദിവസമാണ്. ഈ നൊവേനയുടെ കൂടെയാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയും ഇവിടെ ചൊല്ലി നടത്തപ്പെടുന്നത്. ശനിയാഴ്ചകളിൽ വൈകിട്ട് 5:30 പ്രത്യേകമായി നൊവേന ദിവസമായി ഇടവക കൊണ്ടാടുന്നത്. 5:30 ആഘോഷമായ വിശുദ്ധ ബലി, തുടർന്ന് പരിശുദ്ധ അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ്. അതിനുശേഷം നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലുകയും ഇവിടെ ലഭിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് അപേക്ഷകൾ പൊതുവായി പറയുകയും കൃതജ്ഞതകൾ ഇവിടെ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി വായിക്കുകയും ചെയ്തു. ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളിച്ചു വെച്ച് പ്രത്യേകമായ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുകയും തുടർന്ന് ദിവ്യകാരുണ്യ പ്രദർശനം പള്ളിയകത്ത് നടത്തുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 7 മണി വരെയുള്ള സമയത്താണ് തിരുക്കർമ്മങ്ങൾ നടത്തുക. കേരളത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഓരോ ശനിയാഴ്ചകളിലും മറ്റു ദിവസങ്ങളിലും പ്രാർത്ഥിക്കാൻ വരികയും വിവിധങ്ങളായ പ്രാർത്ഥനാ നിയോഗങ്ങൾ വിളിച്ചറിയിക്കുകയും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത അറിയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇടവകയുടെ വലിയ പ്രത്യേകതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തുമ്പരശ്ശേരിയിലേക്കും ഈ ശനിയാഴ്ച നൊവേന ദിവസങ്ങളിലേക്കും നിങ്ങളുടെ പ്രാർത്ഥനകളെയും ഞങ്ങൾ ഓർക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓരോ ശനിയാഴ്ചയ്ക്കും ഒരുക്കമായി ഇടവക ചെയ്യുന്ന എളിയ ശുശ്രൂഷയാണ് ഓരോ വെള്ളിയാഴ്ചയും വൈകിട്ട് 6:30 മുതൽ 7 മണി വരെയുള്ള സമയത്ത്
ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വയ്ക്കുകയും ഇവിടെ കഴിഞ്ഞുപോയ ആഴ്ചയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള വിവിധങ്ങളായ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതിയിട്ടുള്ള ആളുകൾക്കും ഫോണുകളിലൂടെ പ്രാർത്ഥനാ നിയോഗം വിളിച്ചു പറഞ്ഞവർക്കും വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ശനിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നത്. പുണ്യത്യാഗസ്മരണയിൽ നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തിനായി ഈ ദേവാലയത്തിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തുന്നു. പരിശുദ്ധ അമ്മയുടെ ത്യാഗനിർഭരമായ ജീവിത മാതൃക നമ്മുടെ ഭവനങ്ങളിലും മാതൃകയാക്കേണ്ടതാണ്.